ഈ കാര്യത്തിലും അതായത് ഈ ഒരു നിയമം അനുശാസിക്കുന്ന രീതികളോട് അല്ലെങ്കിൽ ശിക്ഷകളോട് ഏത് തരത്തിലാണ് പുച്ഛത്തോടു കൂടിയാണ് അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത്, അതിനോട് പ്രതികരിച്ചത്. ഒരു റെസിസ്റ്റൻസ് മോഡായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നത് എന്ന് പോലീസിന് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കോടതിക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കോടതിയെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്നലെ ജാമ്യം തള്ളുന്നത്. പ്രതി പുറത്തേക്ക് പോയാൽ അദ്ദേഹം വിദേശത്തേക്ക് പോകും, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് പോയാൽ അദ്ദേഹം വിദേശത്തേക്ക് പോകും. പരാതിക്കാരിയെ അപായപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. എന്താണ് ഇതിനെത്ര അടിയന്തര പ്രാധാന്യത്തോടെ ഈ കേസ് പരിഗണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ കേസല്ലേ എന്നാണ് ജഡ്ജി ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ കേസ് മാത്രമാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി KSEBയിലെ ജീവനക്കാരിക്കെതിരായിട്ടുള്ള ലൈംഗിക അധിക്ഷേപ കേസിൽ പരിഗണിച്ചപ്പോൾ അന്ന് അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചതാണ്. മാത്രമല്ല, അന്ന് ഹൈക്കോടതിയുടെ പരാമർശവും ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിലും ഏറെ നിർണായകമായിരുന്നു. ഈ സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ, അതൊക്കെ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് കൂടിയാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നു, എന്താണ് ഇതിനിത്ര അടിയന്തര പ്രാധാന്യമുള്ളത്? ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ലാത്ത കേസാണിത്. പോലീസിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ആജ്ഞ, വിശദാംശങ്ങൾ. അതെ ടോം, ചൊവ്വാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ഈ കേസിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് കോടതി ചോദിക്കുന്നത് ഒരു സാഹചര്യത്തിൽ കൂടി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഹൈക്കോടതി ഇത് കഴിഞ്ഞാൽ, അതായത് ജാമ്യ ഹർജി പരിഗണിച്ചാൽ പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യത്തിലേക്കാകും ഹൈക്കോടതി പോവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2 ദിവസം അവധിയാണ്. ഇനി ചൊവ്വാഴ്ചത്തെയാണ് ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ജാമ്യമില്ല, കേസ് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ, ബോബി ചെമ്മണ്ണൂരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയല്ലേ ഹൈക്കോടതിയിൽ നിന്നും? തീർച്ചയായിട്ടും ടോം കുര്യാക്കോസ്, ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ ഒരു മൂവ് തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തത് തന്നെ ഇന്ന് 2 ദിവസം അവധിയാണ്. അതായത് തിങ്കളാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കാൻ മാറ്റുമെന്നുള്ള ആശങ്കയിലാണ് ഇന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തത്. അതായത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ ഹൈക്കോടതിയെ തന്നെ മൂവ് ചെയ്തത് ഈ ഒരു സാഹചര്യത്തിലേക്കായിരുന്നു. അത് ഒരു ദിവസം കൂടി കൂടുതലാണ്, ചൊവ്വാഴ്ചത്തേക്കാണ് കേസ് പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചത് മാത്രമേ ഉള്ളൂ. പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും ജാമ്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക പോലും കോടതി ചെയ്യുക. അതുകൊണ്ട് തന്നെ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കണം. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമേ ഈ കേസിൽ ഇനി നീക്കുപോക്കുണ്ടാവുകയുള്ളൂ. ചൊവ്വാഴ്ച വരെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരുക തന്നെ ചെയ്യണമെന്നുള്ള സാഹചര്യത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതി മുതൽ ഉണ്ടായ വാദമുഖങ്ങൾ കൂടി ഒരുപക്ഷെ ഇനിയും വീണ്ടും ഹൈക്കോടതിയിൽ ആവർത്തിച്ചേക്കാം. അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷനും പോലീസും കോടതിക്ക് മുൻപാകെ സമർത്ഥിക്കാൻ ശ്രമിച്ചേക്കാം. ഈ കാര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഹൈക്കോടതി 2 ദിവസം മുൻപേ ലൈംഗിക അധിക്ഷേപത്തിന് പുതിയ നിർവചനം കൂടി മുന്നോട്ട് വെച്ച ഒരു സാഹചര്യം കൂടി ഇരിക്കെ ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടി ആയിരിക്കുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ചൊവ്വാഴ്ച മാത്രമേ, അതായത് കോടതി ഈ കേസ് പരിഗണിച്ച ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ടോം, ബോബി ചെമ്മണ്ണൂർ 4 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ട 3 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം. ചൊവ്വാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത്. അതോടൊപ്പം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നതിനിടെ ചില പരാമർശം കൂടി നടത്തുന്നുണ്ട്, ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുതൽ ശ്രദ്ധിച്ചോളാമെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രാമൻ പിള്ള കോടതിയിൽ പറയുകയുമുണ്ടായി. ഇനി മുതൽ ശ്രദ്ധിച്ചോളാം, അതായത് ഇനി മുതൽ ഇതുപോലുള്ള ഒരു പരാമർശം ഉണ്ടാകില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ കേസ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ തനിക്ക് യാതൊരു കുറ്റബോധവുമില്ല, അതായത് പറഞ്ഞതിൽ താൻ യാതൊരു തെറ്റും പറഞ്ഞിട്ടില്ല, യാതൊരു വീഴ്ചയും ഒരു നാവുപിഴയോ തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന ന്യായീകരണമായിരുന്നു
ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണമെന്ന കോടതിയുടെ ഒരു വാക്കാലുള്ള പരാമർശം അത് സ്വാഭാവികമായും ഇനി ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഉൾപ്പെടെ ഏറെ നിർണായകമായിരിക്കില്ലേ ആജ്ഞ? തീർച്ചയായിട്ടും. അതിനൊപ്പം കോടതി ഒരു കമന്റും നടത്താതെ ഹർജിക്കാരൻ ചൊവ്വാഴ്ച വരെ ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്ന് തമാശ രൂപേണ കോടതി ഒരു കൂട്ടിച്ചേർക്കൽ കൂടി നടത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം കൃത്യമായി ഇത്തരം കേസുകളിൽ അതല്ലെങ്കിൽ ഇത് ഹണി റോസ് എന്ന് പറയുന്ന പ്രമുഖയായ നടി നൽകിയ കേസ് എന്നുള്ള പരിഗണനയ്ക്കപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾ ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെയുള്ള മോശം കമന്റുകളുമായി വരുന്ന ആളുകൾ, മോശം കണ്ടന്റുകൾ ഇടുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കുള്ള ഒരു നിർദ്ദേശം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു താക്കീത് കൂടിയാണ് കോടതി ഇത്തരത്തിൽ ഈ കേസിനെ പരിഗണിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷനും ആവർത്തിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: സമൂഹത്തിന് മോശമായ ഒരു മെസ്സേജാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകൾക്ക് ജാമ്യം നൽകിയാൽ, അതല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന കേസുകളിൽ BNS 75(1), 75(4) ഈ രണ്ട് കേസുകളാണ്, ഈ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് IPC അല്ല, ഭാരതീയ ന്യായ സംഹിതയാണ്. അതനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസുകളിൽ ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് നൽകുമെന്ന് ഇന്നലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ബോബി ചെമ്മണ്ണൂരിന്റെ ബോഡി ലാംഗ്വേജ് കുറ്റക്കാരനല്ല, താൻ കുറ്റം ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ തനിക്ക് ഒട്ടും കുറ്റബോധമില്ല എന്ന് ഒട്ടും കൂസലില്ലാതെ രാവിലെ 5:45 നടത്തിയ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും, ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്ന സമയത്തും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് തനിക്ക് തോന്നുന്നില്ല, തനിക്ക് കുറ്റബോധമില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കമന്റ് ആയിരുന്നു, ആവർത്തിച്ച് പറയുന്ന ബോഡി ലാംഗ്വേജ് ആയിരുന്നു. ഒട്ടും കൂസലില്ലാതെ അദ്ദേഹം അവിടെ നിന്ന് കടന്നു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ആ കാര്യം കൂടി പോലീസ്, അതായത് നിയമത്തെ ഒട്ടും അനുസരിക്കുന്ന ആളായിരുന്നില്ല, അല്ലെങ്കിൽ നിയമം നൽകുന്ന ശിക്ഷയെ അല്പം പോലും വിനയമില്ലാതെ പുച്ഛത്തോടുകൂടി, അങ്ങേറ്റം ധാർഷ്ട്യത്തോടുകൂടി ഈ ഒരു കേസിനെ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് അനുവദനീയമല്ല എന്നും പോലീസ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ്. മാത്രമല്ല, ഹണി റോസ് നൽകിയ മൊഴിയും നിർണായകമായിരുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്കുണ്ടായത്. ഉടനടി ഉണ്ടായിരുന്ന മൂവാണ് ഇന്നലെ വൈകുന്നേരം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ നാളെ ജില്ലാ കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ആലോചിച്ച ശേഷമായിരിക്കാം ഒരു പക്ഷേ, കാരണം ജില്ലാ കോടതി തള്ളിയാൽ ഇതേ 4 ദിവസം വീണ്ടും രവീന്ദ്രനിലേക്ക് വരാം. ഇപ്പോൾ